PR-ന് കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ അച്ഛന്റെ ഓപ്പറേഷൻ ചെയ്തായിരുന്നു, കാലിന്റെ ഓപ്പറേഷൻ ചെയ്യായിരുന്നു. ഒരു ഫിനാൻസ് പോലും ഇല്ലാതെ അവള് വണ്ടി എടുത്തിരിക്കുന്നത്. അവർക്ക് എത്ര പറയണില്ല. ലോണെടുത്തേ പറഞ്ഞു. ഒരു ലോണും ഇല്ല, വീടിനും ലോണില്ല, കുറെ സ്ഥലവും ഉണ്ട്. 16 ലക്ഷമാണെന്നുള്ളത് എനിക്കറിയില്ല. ഇത് ഞാൻ അത് സ്ഥാപിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല. ശൈത്യ മൂഞ്ചി, ബെന്നി മൂഞ്ചി, എല്ലാം മൂഞ്ചി. வாழ்க்கையே പോകുതേ പോകുതേ, മൂഞ്ചി 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 പോകുതേ യാരിടാ. എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. 2-3 ദിവസം ഞാൻ ഒന്നും ഇല്ലായിരുന്നു. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കട്ടപ്പ ശൈത്യ, നീ അമ്മയും മോളും എന്ന് പറയുന്ന പ്രോഗ്രാമിൽ പോയപ്പോൾ 5ാം സ്ഥാനം എങ്ങാണ്ടുള്ള ട്രോഫി എടുത്ത് ശ്വേതാ മേനോൻ തന്നപ്പോൾ പറ്റില്ല, എനിക്ക് 1ാം സമ്മാനം കിട്ടിയാലും ഞാൻ വാങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞു നിന്ന അമ്മയും മോളും തന്നെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ആ ഗുണമല്ലേ കാണിക്കത്തുള്ളൂ. അങ്ങനെ കാണിച്ചാലും വലിയ അതിശയൊന്നും തോന്നുന്നില്ല. പക്ഷെ നീ തന്നെയാണ് കട്ടപ്പ, ദ റിയൽ കട്ടപ്പ. അതിനിപ്പോ എന്തൊക്കെ പറയാൻ നിന്നാലും ഏതൊക്കെ പറയാൻ നിന്ന് കഴിഞ്ഞാലും മാറാൻ പോകുന്നില്ല. കട്ടപ്പ എന്നടാ കട്ടപ്പ കട്ടപ്പ കട്ടപ്പ. ഇനിയിപ്പോ പറയും ഞാനാണ് കട്ടപ്പ എന്ന പേരിട്ട്. ഞാനൊന്നുമല്ല, നാട്ടുകാർ തന്നെയാണ് പേരിട്ട്. ഞാനേ അല്ല. ദ റിയൽ കട്ടപ്പ, ദ വൺ മാൻ ഫൈറ്റർ ആർമി ഗോസ് ടു ദ റിയൽ കട്ടപ്പ. അനുമോളുടെ PR ആണ് നമ്മൾ എല്ലാവരും. അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ഓരോ വ്യക്തികളും. ദ പബ്ലിക് റിയാക്ഷൻ എന്ന് പറയുന്ന സാധനം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. നമ്മൾ തന്നെയാണ് അനുമോളുടെ PR. ഇനി അതിന്റെ പേരിൽ ആർക്കും ഒരു സംശയം വേണ്ട. പ്രത്യേകിച്ച് ഞാൻ തന്നെ മെയിൻ എല്ലാം ചെയ്യണ്ട. PS കൂടെ ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതുപോലെ ഈ കട്ടപ്പ ശൈത്യയുടെ അമ്മ തന്നെ പറയുന്നുണ്ട് ഇവൾ ഈ പോയി പറഞ്ഞിട്ടുള്ള പോക്കൃത്തനമാണെന്ന്. അതുൾപ്പെടെ കാണാം. അതും കൂടി കണ്ടപ്പം മൊത്തം ക്ലോസ് ആയി. അമ്മയും മോളും എന്ന പരിപാടിയിൽ ട്രോഫി വാങ്ങാൻ അമ്മ നിന്നില്ലെങ്കിലും മോൾ ഈ പോയി കാണിച്ച് പോക്കൃത്തനം എന്നുള്ള രീതിയിൽ അമ്മ സംസാരിക്കുന്നുണ്ട്. നമുക്കെല്ലാം കാണാം ആദ്യ എപ്പിസോഡ്. എന്താണ് നിന്നെ ബാക്ക് സ്റ്റേബ് ചെയ്തത്? എന്റെ അടുത്ത് ഈ പറഞ്ഞ വൈൽഡ് കാർഡ്സ് ഒന്ന് കണ്ടിട്ട് പറഞ്ഞു വിശ്വസിക്കില്ലെന്ന് പറഞ്ഞു. വിശ്വസിക്കരുതെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവുമല്ലോ, കറക്റ്റ് ആയിട്ട് ഒരു റീസൺ ഉണ്ടാവും. നിനക്കൊരു തേങ്ങ റീസണും ഇല്ല. 1-2 റീസൺ ഞാൻ പറഞ്ഞുതരാം. അതായത് ബിഗ് ബോസിന്റെ അകത്തിരുന്ന സമയത്ത് നീ ദ റിയൽ കട്ടപ്പയായിട്ട് അനുമോളെ പല പ്രാവശ്യം പിന്നീന്ന് കുത്തി. കൂടെ നിൽക്കുന്ന നല്ലൊരു സുഹൃത്ത് പോലെ നിന്നിട്ട് ഇപ്പുറത്ത് വന്നിരുന്ന അനുമോളെ കുറിച്ചിട്ട് പലരോടും കുറ്റം പറഞ്ഞ് പല കാര്യങ്ങളും ഉണ്ടാക്കി പറഞ്ഞും കൊണ്ട് ദ റിയൽ കട്ടപ്പ എന്ന് പറയുന്ന സാധനം നീ കാണിച്ച്. എടാ, നമ്മുടെ കൂടെ നിൽക്കുന്ന സുഹൃത്ത്, ആത്മാർത്ഥ സുഹൃത്ത്, നമ്മൾ എന്ത് തൊട്ടിത്തനം ചെയ്താലും ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കും, അല്ലെങ്കിൽ വാടച്ച് മിണ്ടാതെങ്കിലും ഇരിക്കും. ഇത് കൂടെ നല്ലൊരു സുഹൃത്തിനെ പോലെ നിന്നിട്ട് നീ പിന്നീന്ന് പറവറാന്നിട്ട് കുത്തി. എന്നാൽ അനുമോള് നിന്നെയോ ആദിലെ നൂറെ ആരെ ഇന്നവരെ പിന്നീന്ന് കുത്തുകയോ അല്ലെങ്കിൽ കുറ്റം പറയുകയോ ചെയ്തിട്ടില്ല. അത് തന്നെയാണ് അവളുടെ ക്വാളിറ്റി. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. ഈ 24x ലൈവ് നമ്മൾ കീര വിത്തെടുക്കാനല്ല കണ്ടോണ്ടിരുന്നത്. നമ്മൾ കണ്ടോണ്ടിരുന്നത് തന്നെയാണ് നീയൊക്കെ അതിന്റെ അകത്ത് എന്ത് കാട്ടുകൂട്ടിയെന്ന്. കാട്ടിക്കൂട്ടിയതനുസരിച്ച് തന്നെയാണ് ജനങ്ങൾ സപ്പോർട്ട് ചെയ്തതും ഓരോരുത്തർ വോട്ടിന്റെ അടിസ്ഥാനത്തിൽ പുറത്ത് പൊക്കോണ്ടിരുന്നതും. ദ റിയൽ കട്ടപ്പ, ദ റിയൽ ശൈത്യ എന്ന് തന്നെ ഞാൻ പറയും. ശൈത്യ തന്നെയാണ് ദ റിയൽ കട്ടപ്പ. കൂടെ നിന്ന സമയത്ത് നീ കുത്തി, എന്നിട്ട് പുറത്ത് എവിക്റ്റായി പോയ അന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞ അയ്യോ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കരഞ്ഞു. എന്നിട്ട് എന്താ സംഭവിച്ച? പുറത്തിറങ്ങിയിട്ട് ആദ്യം കൊടുത്ത ഇന്റർവ്യൂവിൽ അനുമോളെ കുറ്റം പറഞ്ഞു. കുത്തി. നീയല്ല ഒരു സുഹൃത്താ. നിന്നെ പോലത്തെ വാഴകളെ സുഹൃത്തായിട്ട് വെച്ചിരുന്ന നമ്മുടെ ജീവിതം തന്നെ തൊലഞ്ഞു നാറാണത്താം. ഇതുപോലത്തെ സുഹൃത്ത് ബന്ധങ്ങൾ ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഈ ശൈത്യക്ക് തന്നെ ജീവിതത്തിൽ സുഹൃത്ത് ബന്ധങ്ങൾ എന്തുകൊണ്ട് ഇല്ല എന്നുള്ളൊരു കാര്യം ഇവിടെ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ദ റിയൽ കട്ടപ്പ. അപ്പൊ ശരി, നീ അപ്പൊ അത് ആരുടെ അടുത്തായിരുന്നു? അത് ഞാൻ പറഞ്ഞു, വിശ്വസിച്ചു. എക്സിന്റെ കാര്യം, ഈ എക്സിന്റെ ഒക്കെ കാര്യങ്ങൾ എന്തിനാണ് ഇവിടെ എടുത്തിടുന്നത്? സീരിയസ്ലി ഇതൊക്കെ പുറത്തുള്ള കാര്യങ്ങളല്ലേ? ബിഗ് ബോസ് മിണ്ടാതിരിക്കുകയാണ്. PR-ന്റെ കേസും പല പുറത്തുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് മിണ്ടാതിരിക്കണം. ഉറങ്ങുകയാണ് ബിഗ് ബോസ്, ഉറങ്ങുകയാണ്. ഇതൊന്നും കാണുന്നില്ല, ഉറങ്ങുകയാണ്. നിങ്ങൾ ഉറങ്ങുകയാണോ? ഈ സെറ്റപ്പിൽ ഇരിക്കുകയാണ് ബിഗ് ബോസ്. ഈ എക്സിന്റെ കാര്യം, ജീവന്റെ ഒക്കെ കേസ്, അനുമോളുടെ ജീവന്റെ കേസൊക്കെ എടുത്തിട്ട് അവിടെ വലിയ ചർച്ചാ വിഷയങ്ങളൊക്കെ ആക്കിയതാണ്. എന്തിനാണ് അതൊക്കെ ഇപ്പൊ പിടിച്ചിരുന്നത്? പിന്നെ ഈ എക്സിന്റെ കേസിൽ അനുമോൾ എന്ത് തെറ്റാ ചെയ്തിട്ടുള്ള അതും വളരെ വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് കൂടുതൽ അങ്ങോട്ട് ഉണയടിക്കാൻ നിൽക്കരുത്. കട്ടപ്പാളെല്ലാം കൂടി അങ്ങ് ഇറങ്ങിയിരിക്കുകയാണ്. നല്ല അസൂയ ഉണ്ടല്ലേ? നല്ല സപ്പോർട്ട് അനുമോക്കുള്ളത് കൊണ്ട് എങ്ങനെയെങ്കിലും അവളെ നശിപ്പിച്ച് നാറാണത്താക്കാൻ വേണ്ടിയിട്ട് കുറെ എണ്ണ ഇപ്പൊ കെട്ടിയെടുത്ത് അതിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. നല്ല അസൂയ കുചുമ്പുമായിട്ട് നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകിയിരിക്കണം. നിന്നെയൊക്കെ പോലെയുള്ള സാധനങ്ങൾ വർഗങ്ങളെല്ലാം സെറ്റഡ്. എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഇവിടെ എല്ലാവർക്കും ഓരോ കൂട്ടില്ല. പക്ഷെ ഞാൻ നോക്കുമ്പോൾ നീ എന്റെ അടുത്ത് വരുന്നില്ല. നീ ഫുൾ അവിടെ പോയി ചിരിച്ച് കളിച്ചിരിക്കുന്നു. നീ ഞാൻ വിളിക്കുമ്പോൾ നീ കണ്ണടിച്ചിരുന്നു. ആ ഒരു ആവശ്യത്തിന് വിളിക്കുമ്പോൾ നീ വരുന്നില്ല. പിന്നെ നീ ഫുൾ ടൈം അപ്പോഴാണ് വൈൽഡ് കാർഡ്സ്. അപ്പൊ
അപ്പൊ എല്ലാം കൂടി ഊഹിച്ചങ്ങ് എടുത്തു. ഞാൻ എന്നെ പറ്റി മോശം പറഞ്ഞു, കുറ്റം പറഞ്ഞു. അയ്യോ, ഊഹിച്ചെടുക്കാന്നില്ലായിരുന്നു ശൈത്യ, ഊഹിച്ചെടുക്കാൻ ഒന്നുമേ ഇല്ലായിരുന്നു. നമ്മൾ കണ്ടോണ്ടിരുന്ന തന്നെ 24/7 നീ എന്തൊക്കെയാണ് ഉണ്ടാക്കി, എന്തൊക്കെ കീരകത്താണ് അതിന്റെ അകത്ത് വലിച്ചിട്ടേന്ന്. അവിടെ അനുമോളെ കൂടെ നിന്നിട്ട് ഇപ്പുറത്ത് വന്ന് അപ്പാൻ്റെ അടുത്തും കുപ്പാൻ്റെ അടുത്ത് ഓരോരുത്തുള്ള കുറ്റം പറഞ്ഞ് പിന്നെ ഇന്ന് കുത്തിക്കൊണ്ടേയിരുന്നു. നീ ഇനി മെഴുകരുത് അപ്പി, മെഴുകരുത്. എനിക്കതേ പറയാനുള്ളൂ ശൈത്യ. നീ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടിയെന്ന് വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടത് തന്നെയാണ്. അതിലെല്ലാം ഞാൻ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്. അതുപോലെ പുറത്ത് പോയ എല്ലാത്തിനും നല്ല സ്നേഹം അനുമോളെടുത്ത്. അവൾ അങ്ങ് ടോപ്പിൽ കയറി വന്ന് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടിയപ്പം ഒറ്റ എണ്ണത്തിന് പിടിക്കണില്ല. നല്ല ഉള്ളിൽ അസൂയും കുശുമ്പും കൂടി പുറത്തിടന്ന് തുപ്പി ഇരിക്കുകയാണ്. പുറത്തിറങ്ങിയിട്ട് അവളെ കുറ്റം. അവള് പി ആർ ഇനി എങ്ങാണ്ട് കപ്പടിച്ചാൽ അനുവള് പി ആർ തന്നടാ പി ആർ തന്നെ, പി ആറിന്റെ ബലത്തിൽ തന്നെ അവള് കപ്പടിക്കുന്നു. നമ്മളെ പോലെയുള്ള ഓരോ ജനങ്ങളുടെ സപ്പോർട്ട്, പബ്ലിക് റിയാക്ഷൻ അല്ലെങ്കിൽ പബ്ലിക് സപ്പോർട്ട് എന്തെങ്കിലുമൊക്കെ കൊണ്ട് തന്നെയാണ് അവള് കപ്പടിക്കുന്നെങ്കിൽ അത് തന്നെയാണ് അവള് പി ആറിന്റെ ബലത്തിൽ തന്നെയാണ് കപ്പടിച്ചത്. അവളും ചെയ്യാണ്ട് വയ്യ ചോറ. പിന്നെ അല്ലാണ്ട് ഇത്ര അസൂയം കുശുമ്പെന്ന് പറഞ്ഞ വിഷങ്ങളായി പോയല്ലോ ഓരോന്നൊക്കെ. പക്ഷെ എന്തോന്നടാ ഇതൊക്കെ, അയ്യോ കഷ്ടം. എന്നുള്ള നിലയിൽ നിനക്കൊന്ന് ചോദിക്കാറുണ്ടല്ലോ, നീ ചോദിച്ചോ? ഇല്ല. ആ സമയത്ത് എനിക്കൊന്നും ചോദിക്കാം. നീ ബാക്ക് സ്റ്റാബ് ചെയ്തു അല്ലെങ്കിൽ നീ എന്നെ കട്ടപ്പാന്ന് വിളിച്ചതിന്റെ റീസൺ എന്താണ്? ചതിച്ചു എന്നാണ് ബാക്ക് സ്റ്റാബിങ് വരുന്നത്. അവർക്ക് അറിയത്തില്ല. അയ്യോ കട്ടപ്പ, ഇനി ഇതിൽ കൂടുതലൊന്നും അറിയാനൊന്നുമില്ല. നമ്മൾ കണ്ടത് ഇന്നെ 24 മണിക്കൂർ ഇരുന്ന് നീ പിന്നീന്ന് കുത്തിയതും മുന്നിന്ന് കുത്തിയതും അല്ല. എന്നിട്ട് വന്നിട്ട് ഇതിന്റെ അകത്തിരുന്ന് കൊണ്ടാടിക്കുന്നു. ബിഗ് ബോസ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ, പുറത്തുള്ള കാര്യങ്ങൾ, വാട്ട് ഈസ് ദിസ്? ഉറങ്ങുകയാണോ ബിഗ് ബോസ് നിങ്ങൾ? ഉറങ്ങിക്കോ. എല്ലാം അനുമോൾ ആണല്ലോ കണ്ടന്റ്. നിന്റെ പി ആർ എന്റെ പി ആർ, എന്റെ പി ആർ നിന്റെ പി ആർ. അപ്പൊ നിങ്ങളുടെ രണ്ടുപേരും പി ആർ ഒന്നാണെന്നാണ് ഇവിടെ ഇപ്പൊ ശൈത്യ പറയുന്നത്. അതായത് ശൈത്യയുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് എന്തോരം പൈസ വാങ്ങിയെന്ന് നിനക്കറിയാവോ? അപ്പൊ നിങ്ങളുടെ രണ്ടുപേരും പി ആർ ഒന്നല്ലേ? ഒരാളല്ലേ പണിയെടുത്തത്. എന്നിട്ട് എന്തുകൊണ്ട് ശൈത്യ അതിൻ്റെ അകത്ത് നിന്നില്ല? ചിന്തിക്കൂ. അപ്പൊ പി ആറിന്റെ ബലത്തിലാണോ അനുമോള് നിൽക്കുന്നത്? അതും ചിന്തിക്കൂ. തിങ്ക് ഇറ്റ്. മനസ്സിലായ കാര്യങ്ങൾ ഞാൻ പറയുന്ന പോലെ ചിന്തിച്ച് പെരുമാറാൻ നോക്ക്. അല്ലാണ്ട് നിന്റെ പി ആർ, നീ പി ആറിന്റെ ബലത്തിലാണ് നിൽക്കുന്നത്, നിന്റെ പി ആറും അവളുടെ പി ആറും ഒന്നാണെന്നല്ലേ നീ ഇപ്പൊ പറഞ്ഞത്. ആ സ്ഥിതിക്ക് എന്തുകൊണ്ട് നിനക്ക് സപ്പോർട്ടില്ല, അവൾക്ക് സപ്പോർട്ടുണ്ട്? പി ആറിന്റെ ബലത്തിലൊന്നും അല്ലടേ. ഇത് സാധാരണക്കാരായ ജനങ്ങളുടെ സപ്പോർട്ടിന്റെ പുറത്താണ് അനുമോൾ അവിടെ നിൽക്കുന്നത്. ബുദ്ധിപൂർവ്വം ചിന്തിക്കുക. ശൈത്യക്ക് ഉണ്ടല്ലോ പി ആർ, നീ എത്ര ലക്ഷങ്ങൾ കൊടുത്തെന്ന്, എത്ര പൈസകൾ കൊടുത്തെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ അതാണ് ആദ്യമേ പറഞ്ഞത്. പി ആർ ഉള്ളവർ, കാശുള്ളവർ പൈസ കൊടുത്ത് പി ആർ ഏൽപ്പിക്കും. പക്ഷെ അതുകൊണ്ടൊന്നും ആവത്തില്ല. ഈ ജനങ്ങളുണ്ടല്ലോ, കാണുന്ന ഓഡിയൻസ്, അവരുടെ സപ്പോർട്ട് കിട്ടണം. അതിനുവേണ്ടി അതിൻ്റെ അകത്ത് നല്ല ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ കാണിക്കണം. ഗെയിമൊന്നും കളിച്ച് വലിയ സപ്പോർട്ടൊന്നും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സ്വഭാവം, ക്യാരക്ടർ വെച്ചിട്ടാണ് ജനങ്ങൾ അനലൈസ് ചെയ്യുന്നത്. അത് നന്നായിരുന്നു കഴിഞ്ഞാൽ സപ്പോർട്ട് കിട്ടുക. അല്ലാണ്ട് പിന്നീന്നും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി നടന്നു കഴിഞ്ഞാൽ കിട്ടൂല. ജെന്യുവിനായിട്ട് നിൽക്കി. പൊട്ടനെ പോലെ നിന്നാലും ചിലപ്പോൾ കിട്ടും. സാബുമാനൊക്കെ കിട്ടിയ പോലത്തെ സപ്പോർട്ടെങ്കിലും. പക്ഷെ ജെന്യുവിനായിട്ട് നിൽക്കണം. സാബുമാൻ പിന്നെ ഒരു നാരദനാണെന്ന് മനസ്സിലാക്കിയപ്പോൾ സപ്പോർട്ട് കുറഞ്ഞ് ഇറങ്ങി വീട്ടിൽ പോയി. മനസ്സിലായ? അതേ എനിക്ക് പറയാനുള്ളൂ. നല്ല ഒന്നാം തരം സാധനങ്ങൾ ഈ ക്ലാസ്സുകൾ. ഇനി വിനു ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടാ, അത് ഞാനൊന്ന് വായിക്കാം. അതായത് അനുമോളുടെ പി ആർ എന്ന് പറയുന്ന ആ വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഐ വുഡ് ലൈക്ക് ടു ക്ലാരിഫൈ ദാറ്റ് ഐ വാസ് നെവർ സൈൻ ഫോർ ആൻ എക്സ്ക്ലൂസീവ് പി ആർ വർക്ക് ഫോർ ശൈത്യ സന്തോഷ്. ബിഫോർ ബിഗ് ബോസ് ഐ വാസ് കോൺടാക്റ്റഡ് ബൈ സെവറൽ കണ്ടസ്റ്റന്റ് റിഗാർഡിംഗ് പി ആർ ഇൻക്ലൂഡിംഗ് ശൈത്യ. Even Anmol was aware that Shaitya had reached out to me for enquiries. കെട്ടിയെടുത്തിരുന്നു എന്നാണ് പറയുന്നത്. After speaking with Shaitya parents who were extremely humble, kind and seemed quite helpless and worried, I genuinely felt the need to help them. I decided to support Shaitya for a month for a minimal fee, 1.5 ലക്ഷം മിനിമം ഫീ പറഞ്ഞിരുന്നു. അത് പറഞ്ഞിട്ട് ശൈത്യക്ക് ചെറിയ സപ്പോർട്ട് കൊടുത്ത് അവളുടെ പാരന്റ്സ് ഒക്കെ വന്ന് പറഞ്ഞ് കാലി പിടിച്ചപ്പോൾ അതാണ് അവൾ പറഞ്ഞത് രണ്ടുപേരും പി ആർ ഒന്നാണെന്ന്. ആ പി ആർ ഒന്നായിരുന്നിട്ട് ശൈത്യം എന്തുകൊണ്ട് നിന്നില്ലെന്ന് ജനങ്ങളെ ചിന്തിക്കും. അപ്പൊ പി ആറിന്റെ ബലം കൊണ്ട് അവിടെ നിൽക്കാൻ പറ്റത്തില്ല. വിത്ത് ദ ഗോൾ ഓഫ് ഹെൽപ്പിംഗ് ഹെർ സർവേ ദ ഏർലി എവിക്ഷൻ ഫേസ് ആൻഡ് സ്റ്റേ വിസിബിൾ ഫോർ അറ്റ്ലീസ്റ്റ് എ മന്ത്. നേരത്തെ വീട്ടിൽ പറഞ്ഞു വിടാതെ 1 മാസമെങ്കിലും അതിൻ്റെ അത് നിൽക്കാനുള്ള പിച്ചയായിട്ടാണ് വിനുവിന്റെ അടുത്ത് പോയിട്ടുള്ളത്. എന്നിട്ടാണ് കൊണയടികൾ. ടു അച്ചീവ് ദിസ് I hired a person to manage her account, collaborate with social media pages that were renamed as Shaitya Army with 34K followers, coordinated WhatsApp engagement
group and set up a team to edit content from the live feed. Unfortunately, the strategy didn't yield the expected result since there wasn't much content to work with. It is also important to note that Saitya parents had engaged another PR agency, SP Media. Simultaneously, Saitya was evicted on the 36th day, meaning and committed and promised to her parents were fulfilled as agreed. Later, I was disappointed to learn that Saitya accused me of calling her Katappa and backstabbing her. This claim is completely baseless and has unfairly questioned my integrity. അതായത് കട്ടപ്പ എന്നുള്ള പേര് വിനു ഉണ്ടാക്കിയെന്നുള്ള രീതിയിലാണല്ലോ പറയുന്നത്. അത് വിനു എന്നല്ലടേ, നാട്ടുകാർ നിനക്ക് കിട്ടുന്ന പേരാണ്, ചേരുന്ന പേരായതുകൊണ്ട് നാട്ടുകാർ നിനക്ക് കട്ടപ്പ എന്നുള്ള പേരിട്ട് എന്ന്. അത് തന്നെയാണ് ദ റിയൽ കട്ടപ്പ. അതിലൊരു മാറ്റമില്ല. I am sharing this with the contestant of Saitya parents who have personally expressed their regret over this misunderstanding. I hold no grudges and do not wish to escalate the matter further as believed this was simply a misunderstanding from Saitya side എന്ന് പറഞ്ഞിട്ട് ശൈത്യയുടെ പാരന്റ്സ് ഇവന്റെ അടുത്ത് വിളിച്ചിട്ട്, വിനുവിന്റെ അടുത്ത് വിളിച്ചിട്ട് മാപ്പ് പറഞ്ഞിട്ടുള്ള രീതി സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ ആലോചിച്ച് നോക്ക്, സ്വന്തം മോള് അവരായി തന്നെ അല്ല അതിൻ്റെ അകത്ത് പോയി വിളിച്ച് പറഞ്ഞതെന്ന് സ്വന്തം തള്ളയും തന്തയും വരെ പറഞ്ഞു. അമ്മയും മോളും പരിപാടിയിൽ പോയിട്ട് കാണിച്ച പോക്കർത്തനത്തിന്റെ അടുത്ത ഇത് സംഭവം എന്തെന്ന് അറിയാമോ? അനുമോക്ക് നല്ല സപ്പോർട്ട് കിട്ടി, അവൾ ഇപ്പോഴും അതിൻ്റെ അത് നിൽക്കുന്നുണ്ട്. ബാക്കി പെണ്ണുങ്ങളെല്ലാം കൂടി കൊടും കൊടുക്കി എടുത്തോണ്ട് വീടുകളിൽ പൊക്കോണ്ടിരിക്കുന്നു. അതിന്റെ ഒരു ഇതാണ് ഇവിടെ കാണിക്കുന്നത്. വേറെ ഒന്നുമില്ല, വേറെ ഒരു തേങ്ങയില്ല. അത്രേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. അതാണ് സംഭവം. എന്തായാലും ബാക്കി കയ്യിലിരിപ്പ് നിന്റെ കയ്യിലിരിപ്പാണ് നീ കാറ്റപ്പയായി മാറിയത്. കാറ്റപ്പ ശയിക്കുന്നവർക്ക് ചങ്ക പറിച്ചു കൊടുക്കുന്ന ശൈത്യ കോപ്പാണ്, കോപ്പ്. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഷിറ്റ്. ഇങ്ങനെ ഷിറ്റാവരുത്. നല്ല വിഷമമുണ്ടല്ലോ നാട്ടുകാരെല്ലാം കൂടി കട്ടപ്പ കട്ടപ്പ എന്ന് വിളിക്കുമ്പോൾ നേരിട്ട് ആരെങ്കിലും വിളിച്ചാൽ കട്ടപ്പ എന്ന്. അതുകൊണ്ടായിരിക്കും ഇത്രയും പൊട്ടിത്തെറിക്കുന്നത്. പിന്നെ ബിഗ് ബോസ് ഇപ്പോഴും ഉറങ്ങുകയാണ് കേട്ടോ. പുറത്തുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ബിഗ് ബോസ് ഒന്നും അറിയുന്നില്ല, ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണ്. എനിക്കറിയാൻ പാടില്ല. ബിഗ് ബോസ് നിങ്ങളുടെ ലീഗൽ നിയമവശം പ്രകാരം പുറത്തുള്ള കാര്യത്ത് പറയാൻ പാടില്ലെന്നല്ലേ? ഇത് വെട്ടി വിട്ടുകൊണ്ടിരിക്കണം. എന്നിട്ട് ബിഗ് ബോസ് ഉറങ്ങുകയാണ്. നിങ്ങൾ ഉറങ്ങുകയാണ്. എടുക്കൂ ഒരു സ്നിക്കേഴ്സ്. എനിക്കൊന്നും പറയാനില്ല. അത് വിശക്കുമ്പോഴാണല്ലേ. ഡു നത്തിങ്, ഈറ്റ് 5 സ്റ്റാർ. അതാണ് ഒരു റിയൽ ആയിട്ടുള്ള ഫ്രണ്ടാണ്. നീ ഇങ്ങനെ പിന്നീന്ന് കുത്തുവായിരുന്ന ശൈത്യ കട്ടപ്പയല്ല നീ. എടി നമ്മള് 24/7 കണ്ടതാ നീ എന്നാ പരിപാടിയാണ് അവിടെ കാണിച്ചുകൊണ്ടിരുന്നതെന്ന്. നീ ഇങ്ങനെ തിളച്ചിട്ട് കാര്യമില്ല. ഇത് നീ ആയിട്ടായിരുന്നു വാങ്ങിയതാണ്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പി. ഇനി എന്തിനാണ് ഇങ്ങനെ തിളയ്ക്കുന്നേ? എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ? ദ റിയൽ ഫ്രണ്ട്, അതിന്റെ മീനിങ് നിനക്കറിയാവോ? ദ റിയൽ ഫ്രണ്ട് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അതറിയാമായിരുന്നെങ്കിൽ നീ ഒരിക്കലും അനുമോളടുത്ത് ഇങ്ങനെ ചെയ്യത്തില്ല. അനുമോൾ ആരെയൊക്കെ ചേർത്ത് കൂടെ നിർത്തിയിട്ടുണ്ട് അവരെല്ലാം അവൾക്ക് പണിയാണ് കൊടുത്തിട്ടുള്ളത്. ആദില, നൂറ, ശൈത്യ, ബിന്നിയല്ല എല്ലാം പിന്നീന്ന് കുത്തിത്തിരിപ്പും ഇതൊക്കെ തന്നെയാണ്. ഈ ആദില പലപ്പോഴും കൂടെ നിന്നിട്ട് രാത്രി മാറി ഇരുന്നിട്ട് അനുമോളെ കുറിച്ചിട്ട് കുറ്റം പറയും. അതെന്തുകൊണ്ടാ? അവളുടെ സ്വഭാവം അതാണ്. ശൈത്യ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്? നിന്റെ സ്വഭാവം അതാണ്. അത്രയേ ഉള്ളൂ. ഊളകള്. നിനക്ക് എന്നാ അർത്ഥം? നിനക്ക് എന്നാ ഇതുണ്ടടി ഇത് പറയാൻ? ഈ അനീഷിന്റെ കാര്യം എടുത്തുവിടാൻ നിനക്ക് എന്ത് റൈറ്റ്സ് ആണോ ഉള്ളത്? നിന്റെ അഭിപ്രായം ആരെങ്കിലും ചോദിച്ചാ അത് നീ ഉള്ള സമയത്ത് നടന്നിട്ടുള്ള അല്ലെങ്കിൽ നീയായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യമാണ്? നീ മനഃപൂർവ്വം കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അനുമോളെ ഡിഗ്രേഡ് ചെയ്യാനും ജനങ്ങളുടെ മുന്നിലേക്ക് അവളെ ഇട്ട് കൊടുക്കാനും അവളെ വലിച്ചീറി തറ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നീ തിരിച്ചു കയറിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മനസ്സിലായ? അത്ര മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നുമില്ല. അല്ലെങ്കിൽ അനീഷിന്റെ കാര്യം പറയാൻ നിനക്കെന്ത് യോഗ്യതയാണുള്ളത്? നിനക്കെന്താണ് ഇതെടുത്തിടാൻ?
അപ്പൊ ജനങ്ങളുടെ ഉള്ളിലേക്ക് ഈ സാധനങ്ങളെല്ലാം ഇഞ്ചക്ട് ആയിട്ട് ജനങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് നീ ഈ നാറിയ കളി കളിക്കുന്നത്. ഇങ്ങനെ ഒരു പെണ്ണുങ്ങളും ആവാൻ പാടില്ല, ആണുങ്ങളും ആവാൻ പാടില്ല. എന്നാലും ഒരു പെണ്ണായിട്ടിരുന്നും കൊണ്ട് ഒരു പെണ്ണിനെതിരെ ഇങ്ങനെ അടിക്കുമ്പോൾ ഒന്ന് ആലോചിക്കും കേട്ടോ. അനീഷ് എൻ്റെ അടുത്ത് അവന്റെ ഇമോഷൻ വെച്ച് കളിച്ചു നിൽക്കും. ഈരത്ത് അനീഷിന്റെ കേസിൽ ഞാൻ പലപ്പോഴായിട്ട് പല വീഡിയോസും ചെയ്തതാണ്. അനീഷാണ് ഉളത്തനം കാണിച്ചത്. ഉളത്തനമല്ല, അവന് തോന്നി ഇഷ്ടം പറഞ്ഞാൽ അത് മാന്യമായിട്ട് അവൾ റിജക്ട് ചെയ്തു. പിന്നെ എന്നാ തേങ്ങയിരിക്കുന്നു? അയ്യോ എന്റെ പൊന്നു മോളെ, നല്ല പോലെ നീ കളിക്കുന്നുണ്ട് കേട്ടാ. എങ്ങനെയെങ്കിലും ചെളിവാരി അടിച്ചും കൊണ്ട് നിനക്ക് ഇതിന്റെ ഇടയിൽ ഗ്യാപ്പിൽ ഗോൾ അടിക്കണം. അടിക്കാം, നിനക്ക് ഗോളല്ല, ഗോളിന്റെ അപ്പുറത്തുള്ള ഉണ്ടെങ്കിൽ അടിപ്പിക്കാം. യാറിന് കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു. അവളുടെ അച്ഛന്റെ ഓപ്പറേഷൻ ചെയ്തായിരുന്നു, കാലിന്റെ ഓപ്പറേഷൻ ചെയ്യായിരുന്നു. ഒരു ഫിനാൻസ് പോലും ഇല്ലാതെ അവള് വണ്ടി എടുത്തിരിക്കുന്നത്. അവർക്ക് എത്ര പറയണില്ല. ലോണെടുത്തേ പറഞ്ഞു. ഒരു ലോണും ഇല്ല, വീടിനും ലോണില്ല, കുറെ സ്ഥലവും ഉണ്ട്. ലോണിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് അവൾ ഓരോന്നും ചെയ്തിട്ടുള്ളത്. ഇവളൊക്കെ വെറും കള്ളികൾ കേട്ടോ ഈ ശൈത്യയൊക്കെ. അയ്യോ, ഇനി കുത്തിത്തിരിപ്പ് ബിന്നിയാണ് ഈ 16 ലക്ഷത്തിന്റെ കണക്ക് ആദ്യമായിട്ട് എടുത്തിടുന്നത്. എന്നിട്ട് അവളൊരു ഇന്റർവ്യൂവിൽ എടുത്ത് പറയുന്നത് നിങ്ങൾ കേട്ടു. 16 ലക്ഷമാണെന്നുള്ളത് എനിക്കറിയില്ല. ഇത് ഞാൻ അങ്ങ് സ്ഥാപിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല. ഞാൻ ഒന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചില്ല, ഇക്കറന്നൂടെ. എന്റെ പൊന്നടാവേ, പെണ്ണുങ്ങൾക്ക് എന്നെ പാരകള്. പിന്നെ ഇനി എന്തൊരു പെണ്ണാണേ. അയ്യോ അവസ്ഥയുടെ വലിയ വലിയ അവസ്ഥ തന്നെയാണ്. എന്തായാലും നിങ്ങളുടെ ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ എന്തെങ്കിലുമൊക്കെ കമന്റ്. ഇതിനെയൊക്കെ പറ്റിയിട്ട് 2 വാക്കിൽ കവിയാതൊരു കവിത എഴുതി. അല്ല കൂടുതലൊന്നും പറയല്ല. പുതിയ വീഡിയോ ആയിട്ടാണ്.